അതെ, എന്റെ മോന്റെ കല്യാണം ഉറപ്പിച്ചിട്ടാ. ആണാ? എവിടെന്നാണ് പെണ്ണ്? അത് പറൂരുന്ന്. വലിയ വീട്ടിലൊന്നുമല്ല, ഇടത്തര കുടുംബത്തിലാണ്. അതാകുമ്പോ നമ്മളെ സ്നേഹിച്ച് വീട്ടിലങ്ങ് അടങ്ങി ഇരുന്നോളുമല്ല. അതൊന്നും പറയാൻ പറ്റൂല വിലാസിനി ചേച്ചി, ഇപ്പോഴത്തെ പിള്ളേരല്ലേ. പിന്നെ പെൺപിള്ളേരെ എങ്ങനെ നിലക്ക് നിർത്തണോന്നേ എനിക്കറിയാം. അവളെന്നോട് നല്ലോണം നിന്നാല് അവക്ക് കൊള്ളാം, ഇല്ലെങ്കി അവളെ ഈ വിലാസിനിയുടെ സ്വഭാവം അവളറിയും. അത് ശരിയാണ്. ചേച്ചിയുടെ സ്വഭാവം ഞങ്ങൾക്കറിയാവുന്നൂടെ വേറെ ആർക്കും അറിയില്ലല്ലോ. അമ്മനോട് പറഞ്ഞേക്കട്ടാ കല്യാണം ഉറപ്പിച്ച കാര്യോ. ഞാൻ പറഞ്ഞേക്കാം. എന്നാ ശരി ചേച്ചി, ഞാൻ പോണു. ഇവളെന്നെ കളിയാക്കിയതാണ്. എടാ, ചിറ്റയുടെ വീട്ടിലും കൂടി പോണോട്ടാ വിരുന്നിനെ. നാളെ പോവാമേ. അവിടെ പോയി കഴിഞ്ഞാ വിരുന്നിന്റെ കാര്യം എല്ലാം കഴിഞ്ഞു. അല്ലേ പിന്നെ അവളുടെ പരാതി ആയിരിക്കുള്ളൂ. രണ്ടുപേരും ചായ കുടിച്ചു കഴിഞ്ഞാ? ചായ കഴിഞ്ഞു. എങ്ങനെയുണ്ടായിരുന്നു? നല്ല ചായ ആയിരുന്നിട്ടാ. ചായ കുഴപ്പമുണ്ടായില്ല, പക്ഷേ ഇച്ചിരി കടുപ്പം കൂടിപ്പോയി. ഞങ്ങളിവിടെ ഇത്രയും കടുപ്പം ഉപയോഗിക്കാറില്ലേ. ആണല്ലേ? കടുപ്പം കൂടിയല്ലേ? വീട്ടിൽ ഇത്തിരി കടുപ്പം കൂടുതലാണ് ഇടുന്നതേ. അതെനിക്കിവിടെ അറിയില്ലല്ല. ഇനി എന്താ ഞാൻ ശ്രദ്ധിച്ചോളാമേ. ഞാൻ എന്തായാലും ശ്രദ്ധിക്കേ. അതുപോലെ തന്നെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിലേ അമ്മനോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി. ഇവിടത്തെ കാര്യങ്ങളൊന്നും നോക്കാറിഞ്ഞൂടല്ല, ഞാൻ പറഞ്ഞുതരാം. ക്ലാസ് ഉണ്ട്. അതെന്തായാലും നന്നായമ്മേ. എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതേലും അമ്മ പറഞ്ഞു കൊടുത്താൽ മതി. അവക്ക് അറിഞ്ഞോളല്ലേ ഇവിടത്തെ കാര്യങ്ങളെല്ലാം. ഞാൻ പിന്നെ പറഞ്ഞു കൊടുക്കാതിരിക്കോ? അവളെന്റെ മരുമോളല്ല, മോളാണ്. മോക്ക് പറഞ്ഞു കൊടുക്കണ എല്ലാ കാര്യങ്ങളും ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കും. അമ്മ അങ്ങനെ പറഞ്ഞു കൊടുക്കണ എനിക്ക് ഭയങ്കര സന്തോഷം തന്നെ, അതോട് പറഞ്ഞോളൂ. എന്നാലേ വിരുന്നോട് ആരും മറക്കണ്ടട്ടാ. മോളെന്ത് ചെയ്യാൻ പോണ്? ഞാൻ കറി വെക്കാൻ പോണമ്മേ. ആണാ? എന്ത് കറിയാണ് വെക്കാൻ പോണത്? ഞാൻ അവിയല് വെച്ചേക്കാന്ന് വിചാരിക്കണേന്ന്. അതെന്തായാലും നന്നായി. അവന് ഭയങ്കര ഇഷ്ടമാണ് അവിയല്. അല്ല, മോക്ക് അവിയലിന്റെ കഷ്ണങ്ങളൊക്കെ അരിയാനറിയോ? എനിക്കറിയാം. നീളത്തിലല്ലേ അരിയണത്? സാമ്പാറിന് വട്ടത്തിലല്ലേ? എനിക്കറിയാമേ. മോക്കപ്പ എല്ലാ കാര്യങ്ങളും അറിയാല. ഇപ്പഴത്തെ പെൺപിള്ളേരാണ് അടുക്കളയിലൊന്നും കേറൂലല്ലോ, അതുകൊണ്ടാണ് അമ്മ ചോദിച്ചത്. പിന്നെ അവിയലുണ്ടാക്കി കഴിയുമ്പോൾ ഏറ്റവും അവസാനം ഇത്തിരി പച്ച വെളിച്ചെണ്ണ ഒഴിക്കണോട്ടാ. അമ്മേ ഒഴിക്കാം. എന്നാലേ അവിയലിന് രുചി ഉണ്ടാവുള്ളേ. എന്നാ മോക്കടെ പണി നടക്കട്ടെ. ഈ എന്താണ് ഇങ്ങനെ പറഞ്ഞത്? എല്ലാരും അവിയലിന് ലാസ്റ്റ് പച്ച വെളിച്ചെണ്ണ ഒഴിച്ചല്ലേ? മോളടിച്ചു വാരിയാണ്. അടിച്ചു വരുമ്പോഴേ ഒന്നും കൂടി ഇത്തിരി ശ്രദ്ധിക്കണോട്ടോ. അതെ, അവിടെയൊക്കെ പൂട്ടിക്കിടപ്പുണ്ട്. അതെ, ഒന്നും കൂടി അടിക്കണോട്ടാ. അടിക്കണം. അല്ല, ഹാളിലല്ലേ ആ ഡൈനിങ് ടേബിളും അതൊക്കെ സോഫയൊക്കെ നീക്കിയതാരാണ്? ഞാനാണ്. ഇപ്പൊ ഭംഗിയായില്ലേ? ഒരു ഭംഗിയില്ല. അത് പണ്ട് കിടന്നതായിരുന്നു ഭംഗി. അതങ്ങനെ തന്നെ കിടക്കട്ടായിരുന്നു. അല്ല, നോക്കിയതൊക്കെ ചെയ്യണേക്കാൾ മുമ്പ് അമ്മനോട് ചോദിക്കാറില്ലേ? ഞാൻ പറഞ്ഞതല്ലേ ഇവിടെ എന്ത് ചെയ്യണുണ്ടെങ്കിലും എന്നോട് ചോദിച്ചിട്ടോണ്ട് ചെയ്യാന്ന്. ഇപ്പൊ അത് ഇരട്ടിപ്പണിയായില്ലേ? ഇതൊക്കെ അടിച്ചു വാരിട്ട് വേഗം ഒന്ന് വൃത്തിയാകട്ടാ. പഴയതുപോലെ ഇട്. നല്ല ഭംഗിയുണ്ട്. ചേട്ടൻ പറഞ്ഞല്ലോ നല്ല ഭംഗിയാണെന്ന്. ഇങ്ങനെ പറഞ്ഞേ. ആ സുമുക്ക് ഞാൻ എത്ര തവണ നല്ല കറി കൊണ്ട് കൊടുത്തിട്ടുണ്ട്, എന്നിട്ട് ഇതുവരെ പറഞ്ഞിട്ടില്ല. അവളുണ്ടാക്കി ഇത്തിരി അവിയല് കിട്ടിയപ്പോഴത്തേക്ക് പറയണു നല്ല കറിയാണെന്ന്. എന്തിനു കൊള്ളായിരുന്നു. ഇതെന്താണ് ഇങ്ങനെ വെച്ചേക്കണത്? കരി കണ്ട ഒരു വൃത്തിയില്ല. അല്ല, ഈ കുപ്പികളൊക്കെ മാറ്റിയാണല്ലോ വെച്ചത്. ഉപ്പും കുപ്പി ഇവിടെ. പെണ്ണിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. മോളെ മോളെ ഒന്നിങ്ങ് വന്നേ. എന്താണമ്മേ? അല്ല, ഈ അടുക്കളയിൽ ഈ കുപ്പികളും ഉപ്പിന്റെ കുപ്പിയും മുളക് പൊടിയുടെ കുപ്പിയൊക്കെ മാറ്റി വെക്കാൻ ആര് പറഞ്ഞേ? അതൊക്കെ ഞാൻ വെച്ചതുപോലെ വെച്ച സാധനത്തിനല്ല. അത് എടുക്കാൻ എളുപ്പത്തിനമ്മേ. ഇതാ, ഇത് നോക്കിയേ, എന്ത് കരിയാണ്. ഈ പാത്രമൊക്കെ ഒന്ന് വൃത്തിക്ക് സൂക്ഷിച്ചൂടെ? അടുക്കള വൃത്തിയായിട്ട് സൂക്ഷിക്കേണ്ടതേ പെണ്ണുങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അല്ലെങ്കിൽ ആൾക്കാരെന്ത് പറയും? ഇത് നോക്ക്, എന്ത് കരിയാണ് ഇതിന്. എന്റെ അമ്മേ, ഇത് ഞാൻ കരിയാക്കിയതെന്നല്ല. ഞാൻ വന്ന നാള് മുതൽ മൊത്തം കരിയായിരുന്നു. ഞാൻ തേച്ചൊരച്ചിട്ടാണ് ഇപ്പൊ ഇത്രയെങ്കിലും വെളുത്തത്. ഇനിയിപ്പൊ ഇങ്ങനെ പറഞ്ഞാൽ മതിയല്ല. അതെ, ഈ കുപ്പികളൊക്കെ എടുത്തെടുത്ത് തന്നെ വെച്ചേക്ക്. ഞാൻ എങ്ങനെയാണ് അടുക്കള സൂക്ഷിച്ചത് അതേപോലെ തന്നെ ഇരുന്നാ മതി.
അതിനൊരു മാറ്റവും കൊണ്ടുവരണ്ട. ഞാൻ ചെയ്യാൻ നോക്ക്. അങ്ങനത്തെ ഇങ്ങനെ പറയണേ, ഞാൻ എന്ത് ചെയ്താലും കുറ്റവും. ആടി ക്രിസ്മസ് ആയിട്ട് എന്തായാലും വരുമല്ല, അപ്പൊ കാണാം. ആ ഞാൻ അങ്ങോട്ട് വരാടി. ആ വേറെ വിശേഷമൊന്നുമില്ല. കുഴപ്പമൊന്നുമില്ല. ആ ചേട്ടൻ പോയി. ആ ശരിയടെങ്കി. ഓരോരുത്തർക്ക് മരുമക്കളൊക്കെ വന്നു കഴിഞ്ഞാൽ അമ്മായിയമ്മമാർക്ക് സുഖമാണ്. ഇവിടെ മരുമക്കൾക്ക് ഫോൺ വിളിക്കാൻ തന്നെ സമയം തികയണില്ല. അമ്മ എന്താണ് അങ്ങനെ പറഞ്ഞേ? എന്താണെന്നാ അവിടത്തേക്ക് അവരുടെയൊക്കെ സുമ്മയുടെയൊക്കെ മരുമോളൊക്കെ ഒന്നും ചെയ്യേണ്ട. സുമുക്ക് വെറുതെ കട്ടിലും ഇരുന്നാ മതി. എല്ലാ കാര്യങ്ങളും ആ മരുമോളാണ് ചെയ്തു കൊടുക്കണത്. ഇവിടെ ഉണ്ട് ഞാൻ ഭക്ഷണം കഴിച്ച പാത്രം പോലും എടുക്കാൻ പറ്റാത്ത മരുമോള്. അമ്മ എന്താണ് അമ്മ ഇങ്ങനെ പറയണത്? ഈ വീട്ടിലെ എല്ലാ കാര്യങ്ങളും ഞാൻ ഭംഗിയായി ചെയ്യുന്നുണ്ട്. അമ്മനെ കൊണ്ട് ഞാൻ ഒന്നും ചെയ്യിപ്പിക്കാറില്ലല്ല. അതുപോലെ തന്നെ എല്ലാ ദിവസവും ഞാൻ നമ്മുടെ പാത്രം കഴുകി വെക്കാറില്ലേ അമ്മേ? ഇന്ന് നമ്മൾ ഒരുമിച്ചാണ് ഭക്ഷണം കഴിച്ചത്. പക്ഷെ എന്റെ കഴിഞ്ഞപ്പോ ഞാൻ എഴുന്നേറ്റ് പോയി. അമ്മ ഭക്ഷണം കഴിച്ചപ്പോ ഞാൻ വിചാരിച്ച അമ്മ പാത്രം കഴുകുന്നു. ഇതിലെന്താണ് അമ്മ തെറ്റുള്ളത്? ഇനിയിപ്പോ അമ്മയുടെ പാത്രം ഞാൻ കഴുകി വെക്കാത്തതിൽ നമുക്ക് വിഷമമെങ്കിൽ അമ്മ എന്നോട് ക്ഷമിക്കേ. ഞാൻ എന്തെങ്കിലും കഴുകി വെച്ചോളാം. വേണ്ട, ഇനി നീ കഴുകണ്ട. ഇതൊക്കെ അറിഞ്ഞ് ചെയ്യണം, അല്ലാതെ പറഞ്ഞല്ല. ഇപ്പൊ ഞാൻ വന്ന് പറഞ്ഞുകൊണ്ടല്ലേ നിനക്കിത് മനസ്സിലായത്. എന്റെ പാത്രം നീ കഴുകണ്ട, ഞാൻ കഴുകി വെച്ചോളാം. ശോ, ഇതൊന്നും എന്താണ് ഇങ്ങനെ? ഈ വീട്ടിലെ കാര്യങ്ങളെല്ലാം നല്ല ഭംഗിക്കാൻ ചെയ്യുന്നുണ്ട്. നല്ലത് പറഞ്ഞില്ലെങ്കിലും കുറ്റം പറയാതിരുന്നൂടെ? അതെ, നല്ലത് പറഞ്ഞില്ലെങ്കിലും കുറ്റം പറയാതിരുന്നൂടെ? ഇന്നത്തെ നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് മരുമക്കൾ പറയുന്ന ഒരു ഡയലോഗാണിത്. പക്ഷേ ഇങ്ങനെയുള്ള അമ്മായിമ്മമാർക്ക് വേണ്ടി എത്ര ആത്മാർത്ഥതയോടുകൂടി എന്തൊക്കെ ചെയ്തു കൊടുത്താലും അതിലെന്തെങ്കിലും ഒരു കുറ്റം കണ്ടുപിടിക്കാതെ അത് പറയാതെ ഇങ്ങനെയുള്ള അമ്മായിമ്മമാർക്ക് ഒരു സമാധാനം കിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇതുപോലെ മക്കളോട് കുറ്റം പറയുന്ന അമ്മായിമ്മമാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇനിയെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് മാറി ചിന്തിക്കൂ എന്നപേക്ഷിക്കുകയാണ്. അതുപോലെ തന്നെ ഇതുപോലെയുള്ള അമ്മായിമ്മമാർ നേരിട്ടോ അല്ലാതെയോ പരിചയമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുതേ. ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം കമൻറ്റ് ചെയ്യാനും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.